വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഒരുപാട് കാലമായി നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റാണിത്. ഈ വിഷയത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പാനലാണ് നമ്മുടെ ഒപ്പമുള്ളത്. നമുക്ക് മുന്നിലുള്ളത് ഈ വിഷയത്തിലെ വ്യത്യസ്ത സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള 3 പേരാണ്. ഈ വിഷയത്തിലെ 3 സ്റ്റേക്ക് ഹോൾഡിംഗ് ടീം എന്ന് പറയുന്നത്, ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒന്ന് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റാണ്, 3 ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരായ കർഷകരുടെ പ്രതിനിധികളാണ്. അപ്പോൾ അതിൽ നേരത്തെ ഒരു പരിചയപ്പെടുത്തൽ കഴിഞ്ഞു, എങ്കിൽ കൂടിയും ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. അങ്ങേയറ്റത്തിരിക്കുന്നതാണ് മുഹമ്മദ് അൻവർ. അദ്ദേഹം തിരുവനന്തപുരം ബയോഡൈവേഴ്സിറ്റി സെൽ ACF ആണ്. അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ടാണ് തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അതിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയും അവിടെ സർപ്പ അടക്കമുള്ള നിരവധി വളരെ നൂതനമായ ഇനീഷ്യേറ്റീവുകളുടെ അമരത്തിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കേരളത്തിൽ പാമ്പ് കടിയേറ്റുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ പാമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട റെസ്ക്യൂ ഓപ്പറേഷനുകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ ഒരു ഇനീഷ്യേറ്റീവാണത്. കേരളത്തിലെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ്റെ സംസ്ഥാന ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് മുഹമ്മദ് അൻവർ. അരുൺ സക്കറിയ പലർക്കും പരിചയപ്പെടുത്തേണ്ടി വരില്ല. പല ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റുകളിലും അരുൺ സക്കറിയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, TV-യിലെല്ലാം കണ്ടിട്ടുണ്ടാവും. പലർക്കും അറിയാവുന്ന അദ്ദേഹം ആന ഇടയുമ്പോൾ അല്ലെങ്കിൽ കടുവ ഇറങ്ങുമ്പോൾ മയക്കുവെടി വയ്ക്കുന്ന ആളായിട്ട് ചിലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരുപാട് അറിവുള്ളൊരു മനുഷ്യനാണ്. ഈ വിഷയത്തെ ശാസ്ത്രീയമായിട്ട് വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സണ്ണി പൈക്കര സാർ കാസർഗോഡ് ജില്ലയിലെ കൊന്നക്കാട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ കർഷകനും ഗാന്ധിമാർഗ പ്രവർത്തകനുമാണ്. ഈ പ്രശ്നം അനുഭവിക്കുന്ന മലയോര മേഖലയിലെ ജനങ്ങളുടെ ഒരു പ്രതിനിധി കൂടിയാണ് സണ്ണി പൈക്കട സാർ. അപ്പോൾ നമ്മൾ ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്നൊക്കെ ഇവിടെ ഇങ്ങനൊരു വളരെ ശീതീകരിച്ച അല്ലെങ്കിൽ ഒരു തണലത്തിരുന്ന് ഒരു നഗരത്തിൻ്റെ നടുക്കിരുന്ന് സംസാരിക്കുന്ന നമ്മൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇതിൽ ഒരു സ്റ്റേക്കും വഹിക്കാത്ത, ഈ കാടിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണഫലങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, എന്നാൽ അതിനെക്കുറിച്ച് ഏറ്റവും അധികം അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാർ എന്നുള്ളൊരു വസ്തുതയാണ്. ഒരുപക്ഷെ ആ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ ഈ പറഞ്ഞ പോലെ കാട്ടിൻ്റെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ കാട്ടിൻ്റെ എല്ലാ ബെനിഫിറ്റുകളും അനുഭവിച്ചുകൊണ്ട് AC റൂമിൽ ഇരുന്നുകൊണ്ട് കാടിനെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ ഒരാളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം. എൻ്റെ സംശയങ്ങൾ ചിലപ്പോൾ ഇവർക്ക് ബാലിശമായിട്ട് തോന്നാം, എന്നാൽ പോലും നമുക്ക് ചോദിച്ചും പറഞ്ഞും മുന്നോട്ട് പോകാം. ആദ്യം നമുക്ക് സണ്ണി പൈക്കട സാറിന് തുടങ്ങാം. സണ്ണി പൈക്കട സാർ അടങ്ങുന്ന ഒരു കൂട്ടം കർഷകർ കാസർഗോഡ് കൊന്നക്കാട് ഭാഗത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണം, ഒരു അറുതി ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവിടെ നേരിടുന്ന പ്രശ്നം, സമരം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങാം നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. സമരം എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യം, ഈ പ്രശ്നം കഴിഞ്ഞ കുറേ കാലമായി നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, ഈ പ്രശ്നത്തിൻ്റെ ഒരു സവിശേഷത ഇത് വളരുന്ന പ്രശ്നമാണ്, പെരുകുന്ന പ്രശ്നമാണ്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് സുസ്ഥിരവും ശാസ്ത്രീയവുമായ ഒരു പരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ സമരം ഒരു വൈകാരിക പ്രതികരണമല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രതികരണങ്ങൾ സാധാരണ ഉണ്ടാവാറുണ്ട്. കാരണം വന്യജീവി ആക്രമണങ്ങളിലൊക്കെ ആരെങ്കിലും കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വൈകാരിക പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും പ്രക്ഷുബ്ധാവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സമരമല്ലിത്. വളരെ സമയമെടുത്ത് 1.5 വർഷക്കാലം എടുത്ത് ഈ വിഷയത്തിൻ്റെ നാനാവശങ്ങളെ സംബന്ധിച്ച് പഠിച്ച് രേഖകൾ പരിശോധിച്ച് പ്രശ്നബാധിതമായ എല്ലാ മേഖലകളിലും എല്ലാ ജില്ലകളിലും പോയി ഇതിനിരയായിട്ടുള്ള ആളുകളെ നേരിട്ട് കണ്ട് സംസാരിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷം ഈ ഒരു പ്രശ്നത്തിൻ്റെ കാതൽ എന്താണ്, കാരണം എന്താണ് എന്നതിനെ സംബന്ധിക്കുന്ന ഒരു നിഗമനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സമരമാണ്, നീണ്ടു നിൽക്കുന്ന സമരമാണ്. അപ്പോൾ ഇതിൻ്റെ കാരണത്തെക്കുറിച്ച്, ഏത് പ്രശ്നത്തിനും ഒരു കാരണമുണ്ടല്ലോ, ഈ പ്രശ്നത്തിന് ഒരു കാരണമുണ്ട്. ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട്. ഈ വിഷയത്തിൻ്റെ, ഈ പ്രശ്നത്തിൻ്റെ കാരണത്തെ സംബന്ധിച്ച് കേരളീയ പൊതുസമൂഹം ധരിച്ചു വച്ചിരിക്കുന്ന ഒരു ഒറ്റവരി കാരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, മലയോരത്തെ മനുഷ്യർ കാട് കയ്യേറി വന്യജീവികളെയെല്ലാം നശിപ്പിച്ചു, അവരെ ഉപദ്രവിച്ചു. അതിൻ്റെ സ്വാഭാവിക പ്രതികരണമാണിത്. അപ്പോൾ ഇത് ആ മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കാൻ യോഗ്യരാണ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു എന്നാ പറയുന്നത് ഒറ്റവരി ഒരു ആഖ്യാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഏതാനും വർഷം മുമ്പ് സമാനമായ മറ്റൊരു സാംസ്കാരിക പരിപാടിയിൽ
ഇതുപോലുള്ളൊരു വേദിയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഡോക്ടർ അരുൺ സക്രിയ സാറും ആ പാനൽ അംഗങ്ങളിൽ ഒരാളായിരുന്നു. ഞങ്ങളുടെ ചർച്ചയുടെ അവസാനം സദസ്സിൽ നിന്ന് പ്രതികരണം ആരാഞ്ഞപ്പോൾ ആദ്യം അവിടെ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ഞാനീ പറഞ്ഞ വിധത്തിലുള്ള ഒരു പ്രതികരണം നൽകി. ആ സദസ്സ് ഒന്നടങ്കം കൈയടിച്ചു. എന്ന് വെച്ചാൽ സദസ്സിൻ്റെ വികാരം ഇതാണ്. അപ്പോൾ ഈ കാരണത്തെ സംബന്ധിക്കുന്ന ഈ കാഴ്ചപ്പാട് അടിസ്ഥാനരഹിതമാണ് എന്ന് ആധികാരികമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ആ കണക്കൊന്ന് ഞാൻ വായിക്കാം. ഈ കണക്കിൻ്റെ ആധാരം ആധികാരികമെന്ന് പറയുന്നത് ഇത് എവിടെ നിന്നെങ്കിലും തട്ടിക്കൂട്ട് കണക്കല്ല. ഭരണഘടനാ സ്ഥാപനമായ CAG റിപ്പോർട്ടിൻ്റെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ 2022 റിപ്പോർട്ടിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നു. അതിനകത്ത് പറയുന്ന ചില കണക്കുകളാണ്. ആ കണക്ക് ഇങ്ങനെയാണ്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 29.66% വനഭൂമിയാണ്. വനമാണെന്നല്ല, വനഭൂമിയാണ്. വനം വകുപ്പിൻ്റെ കയ്യിലുള്ള ഭൂമിയാണ്. അത് 11,524.91 ചതുരശ്ര കിലോമീറ്റർ വരും. ഇതിൻ്റെ 21.81% എന്ന് വെച്ചാൽ 2,513.53 ചതുരശ്ര കിലോമീറ്റർ ഇപ്പോൾ വനമല്ലാതായി കഴിഞ്ഞു. അതെങ്ങനെയൊക്കെയാണ് വനമല്ലാതായത് എന്നാണ് പിന്നെ വിശദീകരിച്ച് പറയുന്നത്. അതിലൊന്ന്, ഈ 2,500 ചില്ലുവാനം സ്ക്വയർ കിലോമീറ്ററിൽ 1,562.04 ചതുരശ്ര കിലോമീറ്റർ വനം വകുപ്പിൻ്റെ തന്നെ തേക്ക് യൂക്കാലി തോട്ടങ്ങളാണ്. 2,500-ൽ 1,500 ആകെ തീർന്നു. ബാക്കിയുള്ളതിൽ 514.90 ചതുരശ്ര കിലോമീറ്റർ KSEBക്കും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ സ്വകാര്യ പൊതുമേഖലകളിലെ പ്ലാന്റേഷനുകൾക്കും പാട്ടത്തിന് നൽകിയതാണ്. അപ്പോൾ 2,500-ൽ 1,500 പ്ലസ് 500 2,000 ആയി. ബാക്കി ഉള്ളതിൽ 1980 നിയമമനുസരിച്ച് വനഭൂമി തരം മാറ്റി വിവിധ പദ്ധതികൾക്ക് നൽകിയതും വിവിധ പദ്ധതി പ്രദേശങ്ങളിൽ നിന്ന് കുടിയിറക്കിയവരെ പുനരധിവസിപ്പിക്കുന്നതിനും 77 ജനുവരി 1 മുമ്പ് നിയമവിധേയമാക്കിയ കുടിയേറ്റക്കാർക്ക് നീക്കിവെച്ചതും കൂടെ ചേർത്ത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കണക്കാണ് അങ്ങനെ അവിടെ വെച്ചത്. അത് 384.12 ചതുരശ്ര കിലോമീറ്ററാണ്. പിന്നെ 77 ജനുവരി 1 ശേഷമുള്ള കയ്യേറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയമവിരുദ്ധമായ കുടിയേറ്റം എന്ന് പറയാം. അത് 50.25 ചതുരശ്ര കിലോമീറ്ററാണ്. റവന്യൂ വകുപ്പ് പട്ടയം നൽകിയത് 2.22 സ്ക്വയർ കിലോമീറ്ററാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ 2,513 ചതുരശ്ര കിലോമീറ്റർ ഭൂമി വനഭൂമി വനമല്ലാതായത്. ഇതിൽ മൂന്നാമത് പറഞ്ഞതിലാണ് 384.12 ചതുരശ്ര കിലോമീറ്റർ 3 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിനകത്താണ് കർഷകരുടെ കയ്യിലുള്ള 77 ജനുവരി 1 മുമ്പുള്ള കുടിയേറ്റത്തിൻ്റെ കണക്ക് വരുന്നത്. ആ 384-ൽ പകുതിയിലധികവും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിൻ്റെ പകുതിയിലധികവും കർഷകർക്ക് വേണ്ടിയാണ്. കർഷകർ കുടിയേറിയതാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. കൃത്യമായ കണക്കില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ വന്നാൽ 200 ചതുരശ്ര കിലോമീറ്റർ എന്നത് വെക്കുക. 50 ചതുരശ്ര കിലോമീറ്റർ 77 ജനുവരി 1 ശേഷമുള്ള കയ്യേറ്റം. യഥാർത്ഥത്തിൽ ആ കയ്യേറിയത് കർഷകരല്ല. അത് റിസോർട്ട് ആളുകൾ, എന്നാ പറയുന്നത്, അതുപോലെ മതസ്ഥാപനങ്ങൾ, കോറിക്ക് വേണ്ടി അങ്ങനെയൊക്കെയുള്ള ആളുകൾ, അപൂർവം ചില കർഷകരും കണ്ടാക്കാം, വൻകിട കർഷകരും കണ്ടാക്കാം. അതല്ല, അത് മുഴുവൻ കർഷകരാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും 200 പ്ലസ് 50 250 ചതുരശ്ര കിലോമീറ്ററേ കർഷകൻ്റെ കയ്യിൽ മുൻ വനഭൂമിയായിരുന്നത് ഇന്ന് കർഷകൻ്റെ കയ്യിലുള്ളൂ. ആകെ വനഭൂമിയിൽ വനമല്ലാതായി തീർന്നത് 2,500 എന്ന് വെച്ച് കഴിഞ്ഞാൽ വനഭൂമിയിൽ വനമല്ലാതായി തീർന്നതിൻ്റെ 10% മാത്രമേ, 10% താഴെ മാത്രമേ കർഷകൻ്റെ കയ്യിൽ മുൻ വനഭൂമിയുള്ളൂ. ഇതൊരു കണക്ക് തീർന്നില്ല. ഈ CAG റിപ്പോർട്ടിൽ വേറൊരു കണക്ക് പറയുന്നുണ്ട്. അത് അധിനിവേശ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട കണക്കാണ്. ആ കണക്ക് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതായത് 2021 ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച്, ഇത് CAG റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്, 490 ചതുരശ്ര കിലോമീറ്റർ വനം അധിനിവേശ സസ്യങ്ങളെ നശിപ്പിക്കപ്പെട്ടു. മുമ്പേ പറഞ്ഞ 2,500-ന് പുറമെയാണിത്. അതിൽ മഞ്ഞക്കൊന്ന ഉൾപ്പെടുന്നില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. മഞ്ഞക്കൊന്ന ഒഴികെയുള്ള അധിനിവേശ സസ്യങ്ങളാൽ 2021 കണക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ 2020 സ്ഥിതിയായിരിക്കും അത്. 21 റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അത് 490 ചതുരശ്ര കിലോമീറ്റർ വനമല്ലാതായി. ഇനി മഞ്ഞക്കൊന്നയുടെ കണക്ക് പറയാം. മഞ്ഞക്കൊന്ന ആദ്യം ഇങ്ങനെ അതൊരു വിദേശ സസ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മുത്തങ്ങയിലെ ഫോറസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിൽ തണൽ മരമായി ഏതാനും ചൂട് നട്ടുപിടിപ്പിച്ചതാണ്. അല്ല, വേറെ എവിടെ നിന്നും വന്നതല്ല. അത് 1986 ഏതാനും ചുവട് നട്ടത് 25 കൊല്ലം കഴിഞ്ഞ് 2012 ആയപ്പോൾ അത്
14.56 ചതുരശ്ര കിലോമീറ്ററിലേക്ക് അത് സ്പ്രെഡ് ചെയ്തു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ, എന്ന് വെച്ചാൽ 2012. അത് പിന്നീട് 8 കൊല്ലം കഴിഞ്ഞ് 2020 ആയപ്പോൾ 78.91 ചതുരശ്ര കിലോമീറ്ററിലേക്ക് അത് സ്പ്രെഡ് ചെയ്തു. എന്ന് വെച്ചാൽ അധിനിവേശ സസ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന സാധനമാണ് മഞ്ഞക്കൊന്ന. ഏതാനും ചുവടുകളിൽ നിന്നാണ് 25 കൊല്ലം കൊണ്ട് 14 ചതുരശ്ര കിലോമീറ്ററിലേക്കും പിന്നീട് 8 വർഷം കൊണ്ട് 78.91 ചതുരശ്ര കിലോമീറ്ററിലേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ എത്രയായി കാണും? ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മളെ അതിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല, ഒരിടത്തും വായിച്ചിട്ടില്ല, വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ 490 മഞ്ഞക്കൊന്ന ഒഴികെയുള്ളവ 490 ഇന്ന് എത്രയായി കാണും? 79 ചതുരശ്ര കിലോമീറ്റർ എത്രയായി കാണും? ഏറെക്കുറെ അത് 5 കൊല്ലം കഴിഞ്ഞ് ഇന്നത്തെ ഇതിൽ 1000 ചതുരശ്ര കിലോമീറ്റർ ആയി കാണും. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ആകെ വനഭൂമിയുടെ വിസ്തീർണം പറഞ്ഞല്ലോ എത്രയാണ്? 11,524. അതിൽ 21.81%. 2513 ആദ്യം പറഞ്ഞ കണക്ക്. ഇപ്പോൾ അതിന് പുറമെ ഈ 1000 ചതുരശ്ര കിലോമീറ്റർ കൂടെ വരുമ്പോൾ ഏറെക്കുറെ 3500 ചതുരശ്ര കിലോമീറ്റർ വനഭൂമി വനമല്ലാതായി കഴിഞ്ഞു. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ആകെ വനവിസ്തൃതിയുടെ 1/3 വനമല്ലാതായി കഴിഞ്ഞു. ഇതിൽ കർഷകൻ്റെ കയ്യിലുള്ളത് ഞാൻ മുമ്പേ പറഞ്ഞ ഇത്തിരി നമ്മൾ വാദത്തിന് വേണ്ടി ഇത്തിരി കൂടുതൽ സമ്മതിച്ചാലും 250 ചതുരശ്ര കിലോമീറ്റർ. അല്ലയോ പൊതുസമൂഹമേ, ഈ വിഷയത്തിൻ്റെ പേരിൽ കർഷകൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നതിന് എന്തർത്ഥമുണ്ട് എന്ന് ഈ CAG റിപ്പോർട്ടിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ ചോദ്യം ഒന്നിത്. ഇനിയും വേറെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വന്യജീവികളുടെ ഒരു കസ്റ്റോഡിയൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് വനം വകുപ്പാണ്. വനം വകുപ്പിൻ്റെ കയ്യിൽ ഓരോ വനമേഖലയുടെയും മൃഗവാഹക ശേഷി സംബന്ധിച്ചുള്ള യാതൊരു പഠനങ്ങളും ഇല്ലാതെ CAG റിപ്പോർട്ട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, സമയം എൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ പുൽമേടുകളുടെ നാശത്തെ സംബന്ധിച്ച് നമ്മുടെ വനഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പുൽമേടുകൾ നശിച്ചതിനെ സംബന്ധിച്ച് CAG റിപ്പോർട്ട് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ കാരണം അങ്ങ് കർഷകൻ്റെ പെടലിലേക്കല്ല വെക്കേണ്ടത്. ഇത് ആരാണോ ഇതിനൊക്കെ ഉത്തരവാദികളായത് അവർ തന്നെയാണ്. വനംവകുപ്പ് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഈ തോട്ടങ്ങൾ, തേക്ക് യൂക്കാലിയുടെ കാര്യത്തിൽ അത് രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. തേക്ക് നട്ടത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് തേക്ക് പ്ലാന്റേഷൻ തീരുമാനിച്ചത്. അന്ന് ഭരിച്ചവരുടെ തീരുമാനമാണ്. പിന്നീട് യൂക്കാലി നട്ടത് മാവൂർ ഗ്വാളിയർ റൈൻസ്, കോഴിക്കോടാണല്ലോ ഈ സ്ഥലം. മാവൂർ ഗ്വാളിയർ റൈൻസിൻ്റെ വേണ്ടിയാണ് യൂക്കാലി നട്ടു തുടങ്ങിയത്. അതെല്ലാം രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ ഇരയാക്കപ്പെട്ടവരാണ് ഞങ്ങൾ മലയോര മേഖലയിലെ ജനങ്ങൾ, കർഷകരും ആദിവാസികളും. നിങ്ങളറിയുക, ഈ പ്രശ്നബാധിത മേഖലകളിൽ താമസിക്കുന്ന കർഷകരിൽ മഹാഭൂരിപക്ഷവും ചെറുകിട നാമമാത്ര കർഷകരാണ്. അതുപോലെ തന്നെ ആദിവാസികളുടെ നമ്മുടെ സമൂഹത്തിലെ അവരുടെ സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥ നമുക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ പ്രശ്നബാധിതരായ ജനങ്ങൾ എന്ന് പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളാണ്. അവർക്ക് രാഷ്ട്രീയ വിലപേശൽ ശേഷി കുറവുള്ള ആളുകളാണ്. അവർ പലപ്പോഴും അസംഘടിതരാണ്. അവരുടെ വോയിസ്, അവരുടെ ശബ്ദം കേരളത്തിൻ്റെ മുഖ്യധാരയിൽ എത്താറില്ല. അങ്ങനെയുള്ളവരുടെ പ്രശ്നമായതുകൊണ്ടാണ് ഈ പ്രശ്നം പെരുകുന്ന പ്രശ്നമായിട്ടും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇതിൻ്റെ പ്രശ്ന കാരണം കണ്ടെത്തി യാഥാർത്ഥ്യബോധത്തോടെയുള്ള നിലപാടുകൾ ഉണ്ടാവാത്തതെന്നാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഓക്കെ, പ്രാഥമികമായിട്ട് അദ്ദേഹം പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ കൂടി ഇരിക്കുന്ന ഒരു ഒബ്സർവേഷൻ, പണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇതെന്തോ ചിലരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മറ്റു ചിലർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് കണക്കാക്കിയിരുന്നത് ഇന്ന് കേരള സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് കണക്കാക്കുന്നത് നമ്മുടെ മൊത്തം പ്രശ്നം എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 5-6 വർഷങ്ങളായിട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാട് വളരെ ശ്ലാഘനീയമാണ്. കർഷകരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് വനംവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് അൻവർ ഇന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. വന്യജീവി സംഘർഷങ്ങളുടെ വിവിധ തരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിൽ ചില കാരണങ്ങളെപ്പറ്റി സണ്ണിച്ചേട്ടൻ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മൾ വനംവകുപ്പ് ഇതിനെ നോക്കിക്കാണുന്നത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജീവികൾ മൂലം ഒരേ കാരണങ്ങൾ കൊണ്ടുള്ള സംഘർഷങ്ങൾ എന്ന നിലയിലല്ല, ലാൻഡ്സ്കേപ്പ് ബേസ്ഡ് ആണ്. പല ലാൻഡ്സ്കേപ്പിൽ പലതരത്തിലുള്ള വന്യജീവികൾ മൂലമുള്ള പലതരത്തിലുള്ള സംഘർഷങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ ലാൻഡ്സ്കേപ്പിൽ, ചില ലാൻഡ്സ്കേപ്പിൽ ആനയുടെ സാന്നിധ്യം കൊണ്ടുണ്ടായിരിക്കാം, ചില ലാൻഡ്സ്കേപ്പിൽ ഈ ടൈഗറിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വന്യജീവികൾ മൂലം പലതരത്തിലുള്ള പല സീസണിൽ ഉള്ള സംഘർഷങ്ങളുണ്ട്.
അതിൽ ആരെയെങ്കിലും പ്രതിസ്ഥാനത്ത് നിർത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ വിവിധ വകുപ്പുകൾ ഒന്നിച്ച് ചേർന്ന് തോളോട് തോൾ ചേർന്ന് വനം വകുപ്പ് ഒറ്റയ്ക്കല്ല, കൃഷി വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും പോലീസ് വകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒക്കെ സഹായത്തോടുകൂടി, സഹകരണത്തോടുകൂടി, പിന്തുണയോടുകൂടി ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുക, അതിനുള്ള വളരെ പ്രായോഗികമായ പരിഹാരങ്ങൾ കണ്ടെത്തുക, നടപ്പിലാക്കുക എന്നുള്ളൊരു സമീപനമാണ് വനം വകുപ്പ് സ്വീകരിച്ചു വന്നിരിക്കുന്നത്. 2024 മാർച്ച് 7 കൂടി മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ ഒരു സംസ്ഥാന സവിശേഷ ദുരന്തമായി സർക്കാർ ഡിക്ലെയർ ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ആ പരിഹാരങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഒരു പുരോഗതിയും ഒക്കെ നേരിട്ട് അവലോകനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. എല്ലാ ലയൺ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇതിൽ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോൾ വന്യജീവികളുടെ എണ്ണപ്പെരുപ്പമാണ്, അല്ലെങ്കിൽ കാട് കൂടുതലായി കയ്യേറപ്പെടുന്നത് കൊണ്ടാണ് എന്നൊക്കെ പലതരത്തിലുള്ള കാരണങ്ങൾ പറയുമ്പോഴും ഫ്രാഗ്മെൻറ്റേഷൻ ഒരു കാരണമാണ്. സീസണലായിട്ട് വന്യജീവികളുടെ മൈഗ്രേഷൻ കൊണ്ട് ചിലപ്പോൾ ചില പ്രത്യേക മേഖലകളിൽ വെള്ളത്തിൻ്റെയും അല്ലെങ്കിൽ പച്ചപ്പിൻ്റെയൊക്കെ സാന്നിധ്യമുള്ള ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായി സീസണലായി വന്യജീവികളുടെ സാന്നിധ്യം കൂടുന്നത് ചിലപ്പോൾ കാരണമാകാം. അത്തരത്തിലുള്ള പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘർഷ സാധ്യതകളെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് ലാൻഡ്സ്കേപ്പ് അടിസ്ഥാനത്തിൽ നമ്മൾ സംഘർഷബാധിത പ്രദേശങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ 12 ലാൻഡ്സ്കേപ്പുകളെ കണ്ടെത്തിയിട്ട് ഈ ലാൻഡ്സ്കേപ്പ് അടിസ്ഥാനത്തിൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ പ്ലാനുകൾ വനം വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് വനം വകുപ്പ് നേരിട്ട് തയ്യാറാക്കിയതല്ല, പഞ്ചായത്തിൻ്റെയും അതുപോലെ റവന്യൂ വകുപ്പിൻ്റെയും പ്രദേശവാസികളുടെയും കർഷകരുടെയും ഒക്കെ സഹകരണത്തോടു കൂടി അവരുടെ ഇൻവോൾവ്മെൻറ്റോടു കൂടി തയ്യാറാക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് അതിനുള്ള പരിഹാരങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് 10 തീവ്രയജ്ഞ മിഷനുകൾ ആരംഭിച്ചു. ആ മിഷനുകളും വനം വകുപ്പ് സ്വമേധയാ നടപ്പിലാക്കുന്നതല്ല, പ്രദേശവാസികളുടെയും NGOസിൻ്റെയും ഒക്കെ അതുപോലെ വനയോരത്ത് താമസിക്കുന്ന കർഷകരുടെയും എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികൾ, ജനജാഗ്രതാ സമിതികൾ, വനസംരക്ഷണ സമിതികൾ, വിദ്യാർത്ഥികൾ, ഇങ്ങനെയുള്ള പൊതുസമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ സഹകരണത്തോടു കൂടി തന്നെ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ വനത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്, വന അതിർത്തിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്, വനത്തിന് പുറത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. വനത്തിനുള്ളിലാണ് സണ്ണിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇൻവേസീവ് വീഡ്സിൻ്റെ സാന്നിധ്യം കൊണ്ട് ചിലപ്പോൾ വന്യജീവികൾക്ക് ഭക്ഷണ ലഭ്യതയിൽ കുറവ് വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം? ഇൻവേസീവ് വീഡ്സിൻ്റെ നിർമ്മാർജ്ജനം നടപ്പിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഏതൊക്കെയാണ് ഇൻവേസീവ് വീഡ്സ് എന്ന് കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി മിഷൻ ഫുഡ് ഫോർ വാട്ടർ എന്നുള്ളൊരു തീവ്രയജ്ഞ പരിപാടി അല്ലെങ്കിൽ ഒരു തീവ്രയജ്ഞ മിഷൻ നമ്മൾ ആരംഭിച്ചു. വനത്തിനുള്ളിൽ വന്യജീവികൾക്ക് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും സുലഭമായ ലഭ്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഈ ഇൻവേസീവ് വീഡ്സിൻ്റെ നിർമ്മാർജ്ജനം, അതുപോലെ വിത്ത് ഉണ്ടകൾ തയ്യാറാക്കിയിട്ട് അത് പ്രാദേശികമായി ലഭ്യമായ ചെടികളുടെയും സസ്യങ്ങളുടെയും പുല്ലുവർഗ്ഗങ്ങളുടെയും ഉൾപ്പെടെയുള്ള വിത്തുകൾ ശേഖരിച്ചിട്ട് വിത്ത് വിതരണം മഴക്കാലത്തിൻ്റെ ആരംഭത്തോടുകൂടി വനപ്രദേശത്ത് വിതരണം നടത്തിയിട്ട് ഇത് മുളച്ചു വരുമ്പോഴേക്കും പ്രാദേശികമായി ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള സസ്യങ്ങളുടെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുക. ചെക്ക് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിതികളല്ല, പ്രാദേശികമായി ലഭ്യമാക്കുന്ന ചുള്ളിക്കമ്പുകളുടെയും കാട്ട് വിറവുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ബ്രഷ്വുഡ് ചെക്ക് ഡാംസ് ഉണ്ടാക്കും. അത് ആ ഒരു ഉണക്ക് കാലത്ത് വന്യജീവികൾക്ക് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ വനത്തിനുള്ളിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വന അതിർത്തിയിൽ സൗരോർജ്ജ വേലികളും അതുപോലെ എലഫന്റ് പ്രൂഫ് ട്രഞ്ചസും ഒക്കെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും എന്തെങ്കിലും ചെറിയ കാരണങ്ങൾ കൊണ്ട് വർക്കിംഗ് അല്ലാത്ത കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ രാത്രിയും പകലും അവരൊരു വോളണ്ടറി സർവീസ് ആയിട്ട് അവർ ടെക്നിക്കലി ഈ സൗരോർജ്ജ വേലിയുടെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ടൂൾ റൂമുകൾ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ട് മിഷൻ സോളാർ ഫെൻസിങ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2000-ഓളം കിലോമീറ്റർ സോളാർ ഫെൻസിങ് വനാതിർത്തികളിൽ വനംവകുപ്പ് പലപ്പോഴായി നിർമ്മിച്ചതെല്ലാം ഫങ്ഷനിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു 750 കിലോമീറ്ററിൻ്റെ പുതുതായിട്ട് നിർമ്മിക്കുന്നതിനുള്ള നടപടികളും പുരോഗതിയിലാണ്. അതുപോലെ ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിലുള്ള മരണങ്ങളുടെ കണക്ക് മുമ്പ് പരിശോധിച്ച് നോക്കിയപ്പോഴേക്കും അതിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളാണ്. പാമ്പുകളും വന്യജീവികളാണ്. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഒരു 5 വർഷത്തോളം മുമ്പ് സർപ്പ എന്നൊരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ജനവാസ കേന്ദ്രങ്ങളിലൊക്കെ മനുഷ്യന് അപകടങ്ങൾ ഉണ്ടാക്കുന്ന വിഷപ്പാമ്പുകളെ നമ്മൾ പിടികൂടിയിട്ട് അതിന് അനുയോജ്യമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുക. ആ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി അതൊരു സന്നദ്ധ സേവനമായിട്ട് തന്നെ ചെയ്യുന്നതിന് വേണ്ടി 3300-ഓളം സന്നദ്ധ പ്രവർത്തകരെ സർപ്പ വോളണ്ടിയേഴ്സിന് പരിശീലനം കൊടുത്ത് വനംവകുപ്പ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വെൽ കോർഡിനേറ്റഡ് ആയിട്ട് ആ ഒരു സംവിധാനം വർക്ക് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ഒരു 5 വർഷം മുമ്പ് 123 പേര് കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ച സാഹചര്യത്തിൽ നിന്ന് അത് ഒരു 25ലേക്ക് നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് താഴ്ത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിലുള്ള കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും 2020-21 കാലയളവിൽ ഏകദേശം 112ഓളം പേരാണ് മനുഷ്യവന്യജീവി സംഘർഷങ്ങളിൽ അപകടം പറ്റി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഈ നിലവിൽ തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 42ലേക്ക് കുറഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു 1/3 കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യ മരണങ്ങൾ മാത്രമല്ല, വന്യജീവി സംഘർഷങ്ങളിലൂടെ സണ്ണിച്ചേട്ടൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ അല്ലെങ്കിൽ വനയോരത്തോട് ചേർന്ന് കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷകരുടെ ജീവനോപാധിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞതുപോലെ നിലനിൽപ്പ് തന്നെ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് അതിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അവരെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടോ അല്ലെങ്കിൽ എതിർസ്ഥാനത്ത് നിർത്തിയിട്ടോ അല്ല, കൂട്ടത്തിൽ നിർത്തിയിട്ട് കൂടെ കൂടിയിട്ട് തന്നെ അവരുടെ ഒരു സഹായത്തോടുകൂടി പിന്തുണയോടുകൂടി അവരോട് ചോദിച്ച് പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ട് തന്നെയാണ് വനംവകുപ്പ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ 2-3 മിഷനുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം മറ്റ് ഈ മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്നതിന് പ്രായോഗികമായ പരമ്പരാഗത അറിവുകൾ ആദിവാസികൾ ഉൾപ്പെടെയുള്ള സമൂഹങ്ങളോട് ചർച്ച ചെയ്ത് അവരിൽ നിന്ന് ശേഖരിച്ച് അതിൻ്റെ ഒരു ശാസ്ത്രീയത കൂടി വിശകലനം ചെയ്തിട്ട് അത് എത്രത്തോളം നമ്മുടെ സാഹചര്യത്തിൽ പ്രയോഗവൽക്കരിക്കാൻ സാധിക്കും. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ചിട്ട് ആന വരുന്നത് തടയാൻ സാധിക്കുന്നുണ്ട്. അത് കേരളത്തിൽ പരിശോധിച്ച് നോക്കിയപ്പോഴേക്കും അത് പ്രായോഗികമല്ല. കാരണം എന്താണ്? ആഫ്രിക്കയിലെ തേനീച്ചകൾ രാത്രിയും പകലും ആക്റ്റീവാണ്. നമ്മുടെ നാട്ടിലെ തേനീച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഉറങ്ങും, പകൽ മാത്രമാണ് അത് ആക്റ്റീവ്. അപ്പോൾ രാത്രി സമയങ്ങളിലാണ് ആന ഇറങ്ങി വരുന്നത്. ആന ഇറങ്ങി വരുമ്പോഴേക്കും തേനീച്ച ഉറക്കമാണ്. അപ്പോൾ തേനീച്ചപ്പെട്ടികൾ സ്ഥാപിച്ചതുകൊണ്ട് അത് നമ്മൾ പരീക്ഷിച്ചു, അത് വിജയകരമല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ ട്രയൽ ആൻഡ് എററിൽ നമ്മൾ ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ ഓരോന്നായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിലും അല്ലാതെയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ എല്ലാ നാനാ മേഖലകളിലുള്ള ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും ഒക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പൂർവാധികം 2 പുതിയ മിഷനുകളും കൂടി, ആദ്യം 10 പ്രത്യേക മിഷനുകളാണ് നമ്മൾ ആരംഭിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ 2 പുതിയ മിഷനുകളോടുകൂടി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്ന് കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ്. പ്രാദേശികമായി ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃഷി ഇനങ്ങൾ വനത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കണ്ടെത്തി അത് ചെയ്യുന്നതിന് കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തേത് വനപ്രദേശത്തുനിന്ന് മഞ്ഞക്കൊന്ന ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഇൻവേസീവ് ആയിട്ടുള്ള വീഡ്സിനെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി, വനത്തോട് ചേർന്നിട്ട് സ്ഥിതി ചെയ്യുന്ന കൃഷിയിടങ്ങളിലൊക്കെ ആന പോലുള്ള ജീവികളെയൊക്കെ ആകർഷിക്കുന്ന കൃഷിയിനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് ആ ഒരു ചെറിയൊരു പ്ലോട്ടായിരിക്കും, ചിലപ്പോൾ 1 ഏക്കർ പ്ലോട്ടായിരിക്കും, ആ ഒരു പ്ലോട്ടിലേക്ക് ആകർഷിക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആനക്കൂട്ടങ്ങൾ പ്രദേശത്തുള്ള മറ്റ് കൃഷിയിടങ്ങൾക്കും ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തി വെക്കാറുണ്ട്. ഞാൻ ഒരു 10 വർഷം മുമ്പ് ശബരിമല സീസണിൽ ശബരിമലയിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ സീസൺ ആരംഭിച്ചു കഴിഞ്ഞാൽ ആ മെയിൻ റോഡിൽ ആനകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. പൈനാപ്പിൾ ധാരാളമായിട്ട് തീർത്ഥാടകർക്ക് വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കടകളുണ്ടായിരുന്നു, ചെറിയ സീസണലായിട്ടുള്ള കടകളുണ്ടായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായി നിർത്തലാക്കിയതിന് ശേഷം ആ ഒരു മെയിൻ റോഡിൽ ഇപ്പോൾ ആനയുടെ സാന്നിധ്യം തീരെയില്ല. അത് പൂർണ്ണമായിട്ടും വനങ്ങളിലേക്ക് ഉൾവലിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രായോഗികമായ അറിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്രോപ്പിങ്ങിലുള്ള പാറ്റേൺ മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ, അത്തരത്തിലുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും ചർച്ചകളും ഒക്കെ വനംവകുപ്പ് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പെരിഫറൽ ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മളെ ശ്രദ്ധയിൽപ്പെടാറുള്ളൂ. ഈ വിഷയത്തെ കൂടുതൽ ആഴത്തിൽ പഠിച്ച ഒരാളാണ് ഡോക്ടർ അരുൺ സക്കറിയ. അപ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ആനകൾക്കും കടുവകൾക്കും നമ്മൾ മനുഷ്യരോട് ഇൻഹറൻ്റ് ആയിട്ട് എന്തെങ്കിലും ശത്രുതയുണ്ട്? എന്തുകൊണ്ടാണ് അവരിങ്ങനെ എല്ലാവരും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ല, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ലെവലിൽ നമ്മൾ കാണണം. ഒന്ന്, ഇതിനെ ഫിലോസഫിക്കലായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, എന്ന് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുന്നോ അന്ന് തുടങ്ങുന്നതാണ് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ്. മനുഷ്യന് കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നതോടെയാണ്, നമ്മൾ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനങ്ങനെ തന്നെ നമ്മൾ കണ്ടേ പറ്റൂ. 10,000 years ഓഫ് നമ്മൾ അഗ്രികൾച്ചറിൻ്റെ സമയത്ത് തന്നെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഇതിൻ്റെ ലെവൽസ് മാറുന്നതിനനുസരിച്ച് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് സോഷ്യോ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, എക്കോളജിക്കൽ പ്രോബ്ലമാണ്. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്. ഓക്കെ, അതിന് സോഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട്, എക്കണോമിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം ആ രീതിയിൽ തന്നെ ഇതിനെ കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഞാൻ എൻ്റെ 1-2 കേസുകൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇപ്പം ടൈഗർ കോൺഫ്ലിക്റ്റ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി 2014 ഫസ്റ്റ് ടൈഗറിനെ ഞാൻ പിടിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ ഏരിയയിലേക്ക് ഇറങ്ങി
കഴിഞ്ഞ വർഷം പിടിച്ചത് 18ഓളം ടൈഗറാണ്. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി മാത്രം, വയനാട് മാത്രം. ഓക്കെ, സിമ്പിൾ റീസൺ, പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ടൈഗർ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എക്സാക്ട് ഡാറ്റ നമുക്കിപ്പം വരും. അത് അറ്റ് ദ സെയിം ടൈം വേറെ സംഭവിക്കുന്ന അതൊരു ഒരു ഒരു എക്കോളജിക്കൽ സൈഡാണ്. രണ്ട്, ഇതിനൊരു ഒരു 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 സോഷ്യോളജിക്കൽ എക്കണോമിക്കൽ സൈഡ് ഉണ്ട്. വയനാട് മിക്ക എസ്റ്റേറ്റ്സ് ഇപ്പോൾ അബാൻഡൻഡ് ആണ്. വയനാട് മാത്രമല്ല, കേരളത്തിൽ റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിഭൂമി പ്രോഫിറ്റബിൾ അല്ല, അവിടെ പണിയെടുക്കാൻ ആളില്ല, നമ്മളെ പുതിയ ജനറേഷനില്ല, എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്കുള്ള ഇൻവേഷൻ വരുന്നുണ്ട്, ക്ലിയർ ആയിട്ടുള്ള ഇൻവേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ വയനാട് പറയുകയാണെങ്കിൽ പാമ്പ്ര എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട്. അത് വലിയൊരു എസ്റ്റേറ്റാണ്, 400 സ്ക്വയർ കിലോമീറ്റർ ഒരു എസ്റ്റേറ്റാണ്. കംപ്ലീറ്റ് ടൈഗേഴ്സ് ആണ് ഇൻവെസ്റ്റ്. കാരണം പറഞ്ഞാൽ ഒരു കൃഷിയില്ല അവിടെ, ഒരു കൃഷി അവർ ചെയ്യുന്നില്ല, കാരണം പ്രോഫിറ്റബിൾ അല്ല, അവർ അബാൻഡൻ ചെയ്യും. ഇതൊരു വലിയ പ്രശ്നമാണ്, ഇതൊരു സോഷ്യോ എക്കണോമിക് പ്രോബ്ലമാണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആനിമൽസും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ബിഹേവിയർ അഡാപ്റ്റേഷൻ വരുന്നുണ്ട്, ആനിമൽ കോൺഫ്ലിക്റ്റ് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടർ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അത് മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ സുന്ദര സുരഭിലമായ വൈൽഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിൽ കഥയില്ല. ദേ ആർ അഡാപ്റ്റിങ്. വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലഫൻസ്. പണ്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളെ 99% കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് ആനകളിൽ ബുൾസാണ്. കൊമ്പനല്ല, മെയിൽസാണ്, ആണാനകളാണ്. പക്ഷേ അന്നൊരൊറ്റ സിംഗിൾ ബുൾസെ നമുക്ക് എപ്പോഴും കോൺഫ്ലിക്റ്റ് ചെയ്യാൻ വരാറുണ്ടായിരുന്നു. ഇപ്പം വരുന്നത് 12ഉം 13ഉം കൊമ്പനാനകൾ മാത്രമുള്ള കോപ്പറേറ്റീവ് ക്രോപ്പ് റൈഡിങ് അപ്പം ഞങ്ങൾ കാണും. വളരെ സിമ്പിളായിട്ട് സ്ഥലത്ത് പറയാം. നമ്മൾ ഇവിടെ ആതിരപ്പള്ളി അതൊരു 22 ബുൾസ് ഒരുമിച്ചാണ് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത്. ദേ കോപ്പറേറ്റിംഗ്, ദേ ആർ സിംപ്ലി കോപ്പറേറ്റിംഗ്, അന്യോന്യം ഹെൽപ്പ് ചെയ്തിട്ട്. മറ്റൊരു സിംഗിൾ ബുള്ള് വരികയാണെങ്കിൽ ഹൈ ചാൻസ് ഓഫ് ഡെത്ത് കൂടുതലായിരുന്നു. ഇപ്പം ഇവർക്കറിയാം 4 സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാണ്. ഓക്കെ, സോ അപ്പം അൻവർ പറഞ്ഞ പോലെ ഇതൊരു ലാൻഡ്സ്കേപ്പ് ലെവൽ തന്നെ അപ്രോച്ച് ചെയ്തിട്ട് അതിൻ്റെ വ്യക്തമായിട്ടുള്ള, പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോൺഫ്ലിക്റ്റ് ഇതിൽ ചേഞ്ചസ് വരുന്നത് അഡോപ്റ്റ് ചെയ്തിട്ട്. അപ്പം നമുക്കത് പലപ്പോഴും നമ്മൾ ഫീൽ ചെയ്യും. നമ്മൾ പറഞ്ഞാൽ അരിക്കൊമ്പൻ എന്ന് പറഞ്ഞ ഒരു കോൺഫ്ലിക്റ്റ് ആനിമൽ ഉണ്ടായിരുന്നു, ഹാബിച്വേറ്റഡ് കോൺഫ്ലിക്റ്റ് ആനിമൽ നമ്മളൊരു പറയാം. അത് ഹാബിറ്റ് ആയതാണ്. ഓക്കെ, അതിനെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്തപ്പോഴേക്കും നമുക്കുണ്ടായ ബുദ്ധിമുട്ട് നമുക്കറിയാം. ആൾക്കാർ കംപ്ലീറ്റ് നമ്മളെ എഗെയിൻസ്റ്റാണ് ചെയ്യുന്നത്. റൈറ്റ്, സോ മിറ്റിഗേഷൻ സയൻറ്റിഫിക് ആയിരിക്കണം, അത് എക്കോളജിക്കലായിട്ടും ഇത് വേണം, ആൻഡ് പ്രാഗ്മാറ്റിക് ആണ്. അല്ലാതെയുള്ള റൊമാൻറ്റിസൈസേഷനും ഇതും കൊണ്ട് കാര്യമല്ല. വ്യക്തമായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് വെച്ചിട്ട് മാത്രമുള്ള മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. അൻവർ സാർ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ആ സ്ട്രാറ്റജി നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൻ്റെ പ്രശ്നം, ഇത് നമ്മൾ ആൻസർ ചെയ്യാൻ വില്ലിങ് അല്ലായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് എ റീസൺ പ്രോബ്ലം. ഇത് ആൻസർ ചെയ്യാൻ നമ്മൾ പലപ്പോഴും പല ടൈം എടുത്തു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവം. സോ അതിനെ നമ്മൾ എങ്ങനെ സയൻറ്റിഫിക്കലായിട്ടും എക്കോളജിക്കലായിട്ടും, ഇപ്പം ഇതൊരു ഒരാളുടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഇഷ്യൂ അല്ലത്. ഇറ്റ്സ് എ സോഷ്യോളജിക്കൽ, പൊളിറ്റിക്കൽ എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇഷ്യൂ ആണ്. അതിന് ആ ലെവലിൽ തന്നെ നമുക്ക് കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം അരുൺ സാർ പറഞ്ഞത് അതിൻ്റെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മറ്റ് പല ആംഗിളുകളെ കുറിച്ചാണ്. അൻവർ സാർ പറഞ്ഞത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇവർ ഒരാൾ താത്വികമായിട്ട് പറയുന്നു, മറ്റൊരാൾ അതിൻ്റെ ഇംപ്ലിമെൻ്റൽ സൈഡ് പറയുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്ക് ഈ കാലതാമസം വളരെ വലിയൊരു പ്രശ്നമാണ്. അപ്പോഴേക്കും അവരുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഈ കടുവയുടെ പിടിയേറ്റ് കടുവ വന്ന് കൊണ്ടുപോകുന്നു, ആനയുടെ കുത്തേറ്റ് മരിക്കുന്നു. അതല്ലാതെ കൃഷിനാശം കാരണം കൊണ്ട് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. പ്രായോഗിക തലത്തിൽ അവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ഈ താത്വികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാവർത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം ഒരു ടോളറൻസ് കൊടുക്കാൻ പറ്റും? അത് വളരെ ശരിയാണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ മുമ്പേ അൻവർ സാറിനോട് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ കപ്പ നട്ടത് ഇന്നലെ വാട്ടി ഉണങ്ങാനിട്ടിരിക്കുകയാണ്. ഇന്നലെ എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു പറ്റം കുരങ്ങുകൾ വന്നു. എൻ്റെ ഭാര്യയെ ഞാൻ ഉണങ്ങാനിട്ടിരിക്കുന്ന കപ്പയ്ക്ക് കാവൽ ഏർപ്പെടുത്തിയിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനെങ്കിൽ വന്നിരിക്കുന്നത്. ഇത് ഒരു സണ്ണിഭയുടെ പ്രശ്നമല്ല. ഇതുപോലുള്ള 10,000-കണക്കിന് കർഷകർ ഇവിടെ ഉണ്ട് എന്ന് ഈ പ്രശ്നബാധിത മേഖലയ്ക്ക് പുറത്തുള്ള ആളുകൾക്ക് ധാരണയില്ല. ആളുകൾ കൊല്ലപ്പെടുമ്പോൾ വാർത്തയാവും, വാർത്താമാധ്യമങ്ങൾ അവിടെ വരും, അത് വാർത്തയാവും. ഈ കൊല്ലപ്പെടലിനേക്കാൾ അപ്പുറത്ത് പരിക്കേറ്റ് കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്, യാതൊരു അസിസ്റ്റൻസും ഒരിടത്തുനിന്നും കിട്ടാതെ. ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ പൈസ കിട്ടിയിട്ടുണ്ടാവും,
ജീവിതകാലം മുഴുവൻ പണിയെടുക്കാൻ പറ്റുന്ന മാത്രമല്ല, പണിയെടുക്കുന്ന ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് കൂടി ബാധ്യതയാവുന്ന വിധത്തിലുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇതൊന്നും കാൽപ്പനികമായത്. അരുൺ സക്കറിയ സാറ് പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. ഈ പ്രശ്നത്തെ കാൽപ്പനികമായി സമീപിക്കുന്ന ഒരുപറ്റം ആളുകൾ മൃഗസ്നേഹത്തിൻ്റെയും ഒക്കെ പേരിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് അത് വനം വകുപ്പിനും പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ പ്രശ്നബാധിതരായ ആളുകൾക്ക് പ്രശ്ന പരിഹാരത്തിന് അത് വിഘാതവും സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെ കാൽപ്പനികമായല്ല സമീപിക്കേണ്ടത്. ഞങ്ങൾ ആ ഒരു സമീപനം തന്നെയാണ് എടുക്കുന്നത്. കാൽപ്പനികമായല്ല സമീപിക്കേണ്ടത്, യുക്തിസഹമായി സമീപിക്കണം. അതുപോലെ തന്നെ മനുഷ്യപ്പറ്റോടെ സമീപിക്കണം. മൃഗസ്നേഹികൾക്ക്, ഈ പറയുന്ന പല മൃഗസ്നേഹികളും രാവിലെ ചിക്കൻ അടിക്കുന്നവരാണ്. കഴിക്കുന്ന ചിക്കനോട് സ്നേഹമില്ല, ബീഫിനോട് സ്നേഹമില്ല. പക്ഷെ മലയോരത്ത് കാട്ടിലെ ജീവികളോട് അദമ്യമായ സ്നേഹമാണ്. അരിക്കൊമ്പനോട് വലിയ പ്രണയമാണ്. ഈ വന്യജീവികൾ പുറത്തിറങ്ങി മനുഷ്യർക്ക് നാശത്തിന് ഇരയാവുന്നവരോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലെങ്കിൽ അതിനെന്തോ ഒരു പെശകുണ്ട് ആ സമീപനത്തിന്. അത് സാംസ്കാരികമായൊരു പെശകാണ്. അതിനിപ്പം നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇതുപോലുള്ള ചർച്ചകൾ ആ ഒരു നിലയിൽ ആളുകളെ ചിന്തിപ്പിക്കുമെങ്കിൽ അത് അതിനുള്ള ഒരു ചെറിയ ഡോസാണ് എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. രണ്ടാമത്, വനം വകുപ്പിനെ സംബന്ധിച്ച്, വനം വകുപ്പ് എടുക്കുന്ന നടപടിയെ സംബന്ധിച്ച് അൻവർ സാർ പറഞ്ഞു. ഈ പ്രശ്നത്തെ അനുഭവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഞാൻ ഈ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ പലരുമായിട്ട് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടതിന് ശേഷം നല്ല ആശയവിനിമയമുള്ളയാളാണ്. അവർ പലപ്പോഴും പരിപാടികൾക്ക് എന്നെ വിളിക്കാറുണ്ട്. അവരുടെ ഈ പ്രശ്നപരിഹാര കാര്യങ്ങൾ നമ്മളെ കൂടെ ബോധ്യപ്പെടുത്താൻ എന്നുള്ള നിലയിൽ കൂടിയാവും ഞാനത് പോകാറുണ്ട്. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഇപ്പം അൻവർ സാർ സൂചിപ്പിച്ചതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ആദിവാസികളുടെ അറിവ് സമാഹരിക്കുകയും അത് പ്രയോഗിക്കണം എന്നുള്ള ഒരു വിചാരത്തെ ഞാൻ 100% സ്വാഗതം ചെയ്യുന്നയാളാണ്. അവരുടെ അവർ നടത്തിയ ഗോത്രഭേരി പരിപാടികൾ ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. ആ അറിവുകൾ പക്ഷെ അത് എത്രമാത്രം സ്വാംശീകരിച്ച് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളത് അത് ഭരണപരമായ കാലതാമസത്തിൻ്റെയും അതിൻ്റെ സങ്കീർണതകളുടെയും പ്രശ്നമാണ്. അത് പ്രയോജനം ചെയ്യും. മറ്റൊന്നുള്ളത് വിവിധ വകുപ്പുകൾ ചേർന്ന് വേണം ഇത് പരിഹരിക്കാൻ. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ എനിക്ക് വിയോജിപ്പുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നത്തിൻ്റെ കാട്ടുമൃഗങ്ങൾ കാടിറങ്ങുന്നത് കാട്ടരികിലെ കർഷകർ അവർക്ക് ഇഷ്ടഭോജ്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണെന്നുള്ള ആ വാദഗതിയില്ലേ, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം മലയോര മേഖലയിലെ കൃഷിയുടെ ചരിത്രം അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. കൃഷി ചെയ്യാൻ തുടങ്ങിയ കാലം മുതലേ ഭക്ഷ്യവിളകൾ കപ്പയും കാച്ചിലും ചേമ്പും ചേനയും കൃഷി ചെയ്തിട്ടുണ്ട്. ആദ്യം മലയാളി വെക്കുന്ന വൃക്ഷങ്ങളിൽ ഒന്ന് തെങ്ങാണ്, അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത്തരം വന്യജീവികളിൽ നിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃഷികൾ പുതിയതായിട്ട് ഒരു ദശകത്തിനുള്ളിലല്ല അവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അവിടെ കൃഷി തുടങ്ങിയ കാലം മുതലേ ഉണ്ട്. അന്ന് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും. പക്ഷേ അവയെ ഓടിക്കുന്നതിന് വേണ്ടി ഉള്ള ഇന്നത്തെ പോലെ നിയമം കർശനമായി നടപ്പാക്കാത്ത കാലഘട്ടമായിരുന്നുകൊണ്ട് അവയെ നേരിടാൻ കഴിയുമായിരുന്നു. 1. 2, ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി കാട്ടിലെ സ്ഥിതി ഇന്നത്തെ സ്ഥിതിയല്ലായിരുന്നു. കാട്ടിലും അവയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണം ഒരു കാലമായിരുന്നു. അപൂർവമായ മൃഗങ്ങൾ വരുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ ഇന്ന് കാട്ടിലൊന്നുമില്ല, വിശക്കുമില്ല ഇവയ്ക്ക്. സ്വാഭാവികമായും പുറത്തിറങ്ങി നോക്കുമ്പോൾ കർഷകർ കൃഷി ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എവിടെയുണ്ട്, അവിടെ തമ്പടിക്കും. ഇതാണ് സ്ഥിതി. അപ്പം കാടിനെ കാടാക്കേണ്ടത് ആരുടെ ബാധ്യത? കർഷകൻ്റെ ബാധ്യതയാണോ? അതിനെക്കുറിച്ചല്ലേ ഈ മൃഗസ്നേഹികൾ ഏറ്റവും ശക്തമായി പറയേണ്ടത്? അതിനുവേണ്ടിയല്ലേ നിലപാടെടുക്കേണ്ടത്? അതല്ലാതെ കാടിൻ്റെ 1/3 കാടല്ലാതായിരിക്കുകയും പുൽമേടുകൾ നശിക്കുകയും ഈ വെള്ളമില്ലാതായത് ചുമ്മാ വെള്ളമില്ലാതായല്ലോ. നമ്മുടെ ധാരണ അനുസരിച്ച് നമ്മൾ കാട് സംരക്ഷിക്കണമെന്ന് പറയുന്നത് തന്നെ നാടിന് വെള്ളം നൽകേണ്ടത് കാടാണ് എന്നതുകൊണ്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ കാട്ടിൽ തന്നെ വെള്ളമില്ലാതായാലോ ആരാണ് അതിന് ഉത്തരവാദി? കർഷകരാണോ? അപ്പോൾ ഞങ്ങൾ ഈ സമരം വഴിയൊക്കെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാവണം. നിർഭാഗ്യവശാൽ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആകെക്കൂടി ഞാൻ അറിയുന്നത് 2022 പുതിയ യൂക്കാലി പ്ലാന്റേഷൻ നിർത്തി. യൂക്കാലി വെക്കേണ്ടതെന്ന് തീരുമാനിച്ചു. ഉള്ളവ വെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? തേക്കിൻ്റെ കാര്യത്തിൽ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഈ 3500 സ്ക്വയർ കിലോമീറ്റർ വനമല്ലാതായതിൽ 2500 തിരികെ പിടിക്കാൻ പറ്റും. കാരണം അതിൽ 1500 എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ ഉള്ള തോട്ടങ്ങളാണ്. ബാക്കി 1000 എന്ന് പറയുന്നത് ഈ അധിനിവേശ സസ്യങ്ങളാണ്. തിരികെ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഒരു 1000ആണ്. കാരണം അത് ഡാമിന് വേണ്ടി മുക്കിയ വനമെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പ്ലാന്റേഷനുകൾക്ക് നീക്കി വെച്ചത് പെട്ടെന്ന് നിയമപ്രശ്നമൊക്കെ വരും. പക്ഷേ 3500 സ്ക്വയർ കിലോമീറ്റർ 2500 സ്ക്വയർ കിലോമീറ്ററും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അവ ഒരു ദശകം കൊണ്ട് പുനഃസ്ഥാപിക്കാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതരായ ചില ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഒരു വർഷം 300 കോടി രൂപ
വീതം 10 വർഷത്തേക്ക് അലോട്ട് ചെയ്താൽ 10 വർഷം കൊണ്ട് ഈ വനമല്ലാതായി തീർന്നവയെ പുനഃസ്ഥാപിക്കാമെന്നാണ് പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത്, സ്വകാര്യ സംഭാഷണമായിട്ട് പേര് പറയുന്നില്ല. എന്നാൽ അതേസമയം തന്നെ അവർ പറഞ്ഞു ഈ കാട്ടിൽ നിന്ന് 1 വർഷം പൊതുഖജനാവിലേക്ക് 300 കോടി രൂപ വരവുണ്ടെന്ന് പറഞ്ഞു. അതും ആലോചിക്കണം. ഇവർക്ക് എന്താ എത്രയാ 190 കോടി രൂപ ആയിട്ടാണ് ബഡ്ജറ്റ് അലോട്ട്മെൻറ്റ്. ഈ വർഷം അത് കിട്ടിയില്ലെന്നും അതിൻ്റെ കുറച്ച് കട്ട് ചെയ്യുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ വനത്തെ ഗവൺമെൻറ്റുകൾ വരുമാനത്തിന് വേണ്ടിയുള്ള സ്രോതസ്സാക്കി മാറ്റുന്നു. ആ വരുമാനം ഈ കാടിനെ കാടല്ലാതാക്കി മാറ്റിയതേ കാട് പുനഃസ്ഥാപിക്കാൻ വേണ്ടി, പുൽമേടുകളുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയൊക്കെ നീക്കിവെച്ചാൽ ഒരു 10 കൊല്ലം കൊണ്ട് ഈ കാടിനെ സമ്പുഷ്ടമാക്കാൻ പറ്റും. പക്ഷേ എന്ന് കരുതി ഇപ്പം ഈ പ്രശ്നം ആ 10 കൊല്ലം കൊണ്ട് പെട്ടെന്ന് തീരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ആ 10 കൊല്ലം കൊണ്ട് തീരില്ല, അതിന് സമയമെടുക്കും. വീണ്ടും ചിലപ്പോൾ ഒരു 10 കൊല്ലം വേണ്ടി വരും. അതുവരേക്കുമുള്ള ആ ഒരു പീരീഡിൽ അപ്പോഴും വന്യജീവികൾ പെരുകിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഷോർട്ട് ടൈമിലുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ ആവശ്യമായി വരുന്നത്. അതും ഞാൻ എൻ്റെ വിശദീകരിക്കുന്നില്ല, സമയമായെന്ന് എനിക്കറിയാം, ബോഡി ലാംഗ്വേജിൽ. ആ ഷോർട്ട് ടൈം പരിഹാര നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ അതിൽ പലതും ഫലപ്രദമല്ല. ഫലപ്രദമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. മാത്രവുമല്ല, നഷ്ടപരിഹാരം ഇതൊക്കെ ചെയ്താലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും. അവയ്ക്ക് അതിനിരയാവുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. നിങ്ങൾക്കറിയുമോ, ഒരു നാളികേരം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് 40 രൂപയാണ്. ഒരു നാളികേരം നഷ്ടപ്പെട്ട വന്യജീവിയുടെ ശല്യം മൂലം കുരങ്ങൊക്കെ നശിപ്പിച്ച് കരിക്കുമൊക്കെ കളയുന്ന ഒരാൾക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം 4 രൂപ 70 പൈസയാണ്. ഒരു തെങ്ങ് കായ്ഫലമുള്ള ഒരു തെങ്ങ് ആന കുത്തി മറിച്ചാൽ കിട്ടുന്ന നഷ്ടപരിഹാരം 770 രൂപയാണ്. ഞങ്ങളിതിനെ നഷ്ടപരിഹാരമെന്നല്ല, നഷ്ടപരിഹാസം എന്നാണ് പറയുന്നത്. പണിയെടുക്കുന്നവനെ പരിഹസിക്കുന്ന പദ്ധതി. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരുത്തണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഞാൻ സമയക്കുറവ് മൂലം വിശദീകരിക്കുന്നില്ല, 2 മണിക്കൂർ സംസാരിക്കാണ്ട് ഇതിനെക്കുറിച്ച്. ഇനി നമുക്ക് രണ്ടുപേരിലേക്ക് ഒരു വട്ടം കൂടി വരാം. ഈ പറഞ്ഞ സണ്ണി സാർ പറഞ്ഞ കാര്യങ്ങളോടുള്ള വനം വകുപ്പിൻ്റെയും വെറ്ററിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മറുപടി എന്താണെന്ന് വെച്ചാൽ അതുകൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് പോകാം. ഒന്ന് സണ്ണിച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരികെ വരികയാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആദ്യമായി ഒരു എക്കോറെസ്ട്രേഷൻ പോളിസി തയ്യാറാക്കി അംഗീകരിച്ച് നടപ്പിലാക്കി തുടങ്ങിയത് കേരളത്തിലാണ്. 2021 നമുക്കൊരു അംഗീകൃത എക്കോറെസ്ട്രേഷൻ പോളിസി വന്നിട്ടുണ്ട്. അപ്പോൾ വിദേശ ഇനത്തിൽപ്പെട്ട ഏകവിള തോട്ടങ്ങളെ പരിപൂർണമായി തന്നെ സ്വാഭാവിക വനങ്ങളായി പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ 2021 തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുക്കാലിപ്റ്റസും അക്കേഷ്യയും പോലുള്ള വിദേശ ഇനത്തിൽപ്പെട്ട ഏകവിള തോട്ടങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. മുമ്പ് വനം വകുപ്പ് ഒരു റവന്യൂ ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. തേക്ക് തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുക. അത് തേക്ക് തോട്ടങ്ങളോട് കൂടി തന്നെ നേരത്തെ സണ്ണിച്ചേട്ടൻ പറഞ്ഞതുപോലെ അതിനിടയിൽ കപ്പ നടുകയും ഭക്ഷ്യവിളകൾ അതിനുള്ളിൽ കൃഷി ചെയ്യുകയും അത് വിളയിച്ചെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ ആ ഒരു തേക്ക് തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ച് തേക്ക് മുറിച്ച് വിറ്റ് സർക്കാരിലേക്ക് വരുമാനം സ്വരുക്ക് കിട്ടുക എന്നുള്ള ഒരു ആംഗിളിൽ നിന്ന് ക്രമേണ മാറിയിട്ട് നമ്മളിപ്പോൾ നമ്മൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കുടിവെള്ള സുരക്ഷ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിനുള്ള ജലസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ആംഗിളിലേക്ക് മാറി ചിന്തിച്ചു. അതായത് 1 ഹെക്ടർ വനം, സമ്പന്നമായ വനം നിലവിലുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടം പോലുള്ളൊരു സ്ഥലത്ത് 1 ഹെക്ടർ സമ്പന്നമായ വനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് 2 ഹെക്ടർ കൃഷിയിടത്തിൽ ജല ആവശ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ പേരിലാണ് എക്കോറെസ്ട്രേഷൻ പോളിസിയും അതുപോലെ ക്രമേണയാണെങ്കിലും ഇത്തരത്തിലുള്ള വിദേശ വിളകളെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് പ്രാദേശികമായ സസ്യങ്ങളെ വെച്ച് പിടിപ്പിച്ചിട്ടും അല്ലാതെയും സ്വാഭാവിക വനങ്ങളായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് അനുബന്ധമായ പല കാര്യങ്ങളും നമ്മൾ വനത്തിനുള്ളിൽ വന്യജീവികൾക്കുള്ള ഹാബിറ്റാറ്റ് എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഷൂട്ട് ചെക്ക് ഡാമും അതുപോലുള്ള അതിന് പാലറ്റബിൾ ആയിട്ടുള്ള സ്പീഷീസുകൾ വെച്ചുപിടിപ്പിക്കലും ഇൻവേസീവ് ആയിട്ടുള്ള സ്പീഷീസുകളെ നിർമ്മാർജ്ജനം ചെയ്യലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വന അതിർത്തിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി വനത്തിന് പുറത്തേക്ക് വന്യജീവികൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കൃഷിക്ക് ഒരു നാശനഷ്ടം ഉണ്ടാകാതെയും ജനങ്ങളുടെ ജീവന് ഒരപകടം ഉണ്ടാകാതെയും ഒത്തിരി റിസ്ക് എടുത്തിട്ട് നമ്മുടെ 28ഓളം RRTകൾ, സ്ഥിരം RRTകൾ, അതുപോലെ അതുകൂടാതെ സാറ്റലൈറ്റ് RRTs, എല്ലാ ഫോറസ്റ്റ് സ്റ്റേഷനുകളെയും ബേസ് ചെയ്തിട്ട് സാറ്റലൈറ്റ് RRTs ഉണ്ട്. ഇവരൊക്കെ പകലും രാത്രിയും ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ദിവസങ്ങളോളം ഒരു 6 മാസത്തെ മനുഷ്യവന്യജീവി സംഘർഷം സംസ്ഥാന സവിശേഷ ദുരന്തമായി ഡിക്ലെയർ ചെയ്തതിന് ശേഷം 6 മാസത്തെ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചപ്പോഴേക്കും ഒരൊറ്റ മണ്ണാർക്കാട് RRT, മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന
റാപ്പിഡ് റെസ്പോൺസ് ടീമിലെ അംഗങ്ങൾ ഉറങ്ങിയിട്ടുള്ളത് എത്ര ദിവസമാണെന്ന് നമ്മൾ പരിശോധിച്ചപ്പോൾ 3 ദിവസമാണ്. 183 ദിവസത്തിൽ 180 ദിവസവും അവർ ആനയെ ഓടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസിൻ്റെ പുറകിലായിരുന്നു. അവർക്ക് കുറച്ചെങ്കിലും ഉറങ്ങാൻ സാധിച്ചത് 3 ദിവസമാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഫ്രണ്ട് എൻഡ് ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ആകെത്തുക എന്ന് പറയുന്നത് അതിൻ്റെ നെറ്റ് റിസൾട്ട് ചിലപ്പോൾ ക്രമേണ അത് ദൃശ്യമാവുകയുള്ളൂ. നമ്മുടെ കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യജീവനുണ്ടാകുന്ന അപകടങ്ങൾ, മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ ഇത് കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ഈ കൃഷിക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അത് അദ്ദേഹം പറഞ്ഞതുപോലെ നഷ്ടപരിഹാരത്തിൽ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളും അതിനെ നഷ്ടപരിഹാരം എന്നുള്ള വാക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഉപയോഗിക്കാറില്ല. അതൊരു സമാശ്വാസ ധനസഹായം അല്ലെങ്കിൽ എക്സ്ഗ്രേഷ്യ എന്നുള്ള വാക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഒരിക്കലും ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനൊരു 10 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് കോമ്പൻസേഷൻ ആവത്തില്ല. മനുഷ്യജീവൻ എത്ര വില കൊടുത്താലും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റാത്ത അമൂല്യമായ സംഗതിയാണ്. അതുപോലെ തന്നെ 6 മാസമോ 1 വർഷമോ കണ്ണിലെണ്ണ ഒഴിച്ച് ഉറങ്ങാതെ ഇരുന്ന് വിളയിച്ചെടുക്കുന്ന അത് വിളവെടുപ്പ് പ്രായമാകുമ്പോഴേക്കും അല്ലെങ്കിൽ പാകമാകുമ്പോഴേക്കും അത് വന്യജീവികൾ വന്നിട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം, ഞാനും ചെറുപ്പത്തിൽ കൃഷിപ്പണികൾ ചെയ്ത് വളർന്നു വന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ മനസ്സിലാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതിനും ഈ കൃഷി ദേഹങ്ങളിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ കൊടുത്തു വരുന്നത് ഒരു സമാശ്വാസ ധനസഹായം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അരുൺ സർ, ഒരു സമ്മിങ് അപ്പ് കൂടെ. ഞാൻ പറഞ്ഞത് നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുന്ന വഴി വെച്ചിട്ടാണ് നമുക്ക് മിറ്റിഗേറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം പല ഇതിലായിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട് ഇപ്പം. സോ കുഡ് വൈൽഡ് ലൈഫ് ആൻഡ് ഹ്യൂമൻ കോ എക്സിസ്റ്റ്, എസ്പെഷ്യലി ഇൻ ബൗണ്ടറീസ്. ഓക്കെ, ഈ ചോദ്യം ഒരു സോഷ്യൽ പ്രോബ്ലമാണ്, ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് സമൂഹത്തിൽ അങ്ങനെ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അത് പറ്റണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ടും വേണം. ഓക്കെ, വലിയൊരു സമൂഹം, അതായത് നഗരത്തിലുള്ള സമൂഹം എക്കോസിസ്റ്റം സർവീസസ് എൻജോയ് ചെയ്യുകയും ഇതിൻ്റെ കഷ്ടപ്പാട് ഇപ്പം സണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഈ ബൗണ്ടറീസിലുള്ള ആൾക്കാർ അനുഭവിക്കുകയും ചെയ്യുമ്പം അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഇത് പലയിടത്തും ചെയ്തിട്ടുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഉണ്ട്. ഓക്കെ, എക്കോസിസ്റ്റം സർവീസസിന് ചാർജ് കൊടുക്കുന്നുണ്ട്, ആൾക്കാർ ടാക്സ് കൊടുക്കുന്നുണ്ട്, ആ പൈസ കൊണ്ട് അവർ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്, അവരെ ഡാമേജ് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഓക്കെ, ആ രീതിയിൽ തന്നെ അല്ലാതെ നമുക്ക് മിറ്റിഗേഷൻ നമുക്ക് എല്ലാം വെക്കാം. ലോങ് ടേം സ്ട്രാറ്റജി എടുക്കാം, ഷോർട്ട് ടേം സ്ട്രാറ്റജി എടുക്കാം, അൾട്രാ ഷോർട്ട് ടേം. അതായത് ഇപ്പം ഇന്നലെയാണ് ഞാനൊരു ആന മയക്കൂടി വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് വന്നത്, ബുള്ളറ്റ് കൊണ്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ഇറ്റ്സ് എ കോൺഫ്ലിക്ട് മിറ്റിഗേഷൻ, വെരി ഷോർട്ട് ടേം സ്ട്രാറ്റജി. അത് നമ്മൾ ലോങ് ടേം സ്ട്രാറ്റജി എടുക്കാം. ഇത് വേണമെന്നുള്ളത് ഒരു പ്ലാനിങ്ങിൻ്റെയും ഒരു ഡെവലപ്മെൻറ്റിൻ്റെയും ഒരു ലാൻഡ്സ്കേപ്പിൻ്റെയും ലെവലിൽ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പം ഇതിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 20 ഇയേഴ്സിൽ ഉള്ളിലേ ആയിട്ടുള്ളൂ. ഓക്കെ, സോ ഇതാണ് പ്രശ്നം. സോഷ്യൽ പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ആൾക്കാരെ തിങ്കിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഫസ്റ്റ് സണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഫസ്റ്റ് മൈഗ്രേഷൻ വന്ന ആൾക്കാർ കണ്ടിരുന്നത് അല്ല ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ കാണുന്നത്. ഓക്കെ, അവർ പറഞ്ഞത് നിൻ്റെ കാട് നിൻ്റെ, എൻ്റെ കൃഷി എൻ്റെ എന്നുള്ള രീതി. പണ്ട് അവർക്ക് അറിയായിരുന്നു ഇത്ര പോകുന്നുള്ള അറിയായിരുന്നു. ഈ ജനറേഷനിൽ വരുന്ന ആൾക്കാരെ മെൻറ്റാലിറ്റിയിലുള്ള ഇതുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. സോ ഞാൻ പറയുന്നത് ഈ ഇഷ്യൂവിനെ വളരെ ബ്രോഡായിട്ട് തന്നെ കണ്ടിട്ട് തന്നെ നമ്മൾ ആ സോഷ്യോ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ ഈ ലെവലിൽ തന്നെ ഇതിനെ കണ്ടിട്ട് എക്കോളജിക്കലായിട്ടും കണ്ടിട്ട് മാത്രമേ നമുക്കിനെ റിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രശ്നം ചുരുക്കത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമല്ല, വെറ്ററിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമല്ല, സാധാരണക്കാരുടെ പ്രശ്നം ഒട്ടുമല്ല. ഇത് പരിഹാരം കാണാൻ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കണം. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള സാമ്പത്തിക സഹായം അടക്കമുള്ള വിശദമായ പ്ലാനിങ് അടക്കമുള്ള നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതിനുവേണ്ടി ഒന്നിച്ച് നിൽക്കാം എന്നുള്ളൊരു പ്രതിജ്ഞയിൽ നമുക്കിത് തൽക്കാലത്തേക്ക് നിർത്താം. ചോദ്യങ്ങൾക്കായിട്ട് സദസ്സിന് വിട്ടുകൊടുക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ വനം അട്ടിമറി അല്ലെങ്കിൽ കയ്യേറ്റം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. അതിന് മാറി മാറി വരിച്ച കേരള സർക്കാരുകൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കയ്യേറ്റക്കാരെല്ലാം ഉത്തരവാദികളാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കയ്യേറ്റം നടക്കുന്നുണ്ട്. നമുക്കറിയാം, കേരള ഹൈക്കോടതി കഴിഞ്ഞ വർഷം പറഞ്ഞത് ഭൂമി കയ്യേറ്റത്തിന് ഏറ്റവും അനുകൂലമായ സംസ്ഥാനമാണ് കേരളമെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു വശത്ത് കാട്ടിൽ വസിക്കുന്ന മൃഗങ്ങളെയും ആദിവാസികളെയും കൊല്ലുകയും ആദിവാസികളെ സൈഡ് ലൈൻ ചെയ്യുകയും അവരെ പട്ടിണിക്കിടുകയും അവരെ പാർശ്വവൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് വന്നു ചേർന്ന കർഷകരും മറ്റുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നു? അവർ വേദനിക്കുന്നു, കരയുന്നു. ആദിവാസികൾക്ക് കരയാൻ പോലുമുള്ള ആരോഗ്യവും കരുത്തുമില്ല. അവർ മണ്ണിന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു പാരഡോക്സിക്കലായിട്ടുള്ള സംഭവം കേരള സർക്കാർ ചെയ്താണ്. നേരത്തെ സൂചിപ്പിച്ച ഗോത്രഭേരി പദ്ധതി, ആദിവാസികൾ ഒരു വശത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ, മറുവശത്ത് ആദിവാസികളുടെ
എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള പിന്നെ ജ്ഞാനം വികസിപ്പിച്ച 1016 ആദിവാസികൾ ഊരുകൾ 360 ആദിവാസി ഊരുകളിൽ നിന്നും 1016 ആദിവാസികളെ കൊണ്ടുവന്ന് സിമ്പോസിയങ്ങൾ സെമിനാറും നടത്തി സാധാരണ എന്താ പറയുക പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അവർ വീണ്ടും ഉപയോഗിക്കുകയാണ്. ഒരു വശത്ത് അവർ കുട്ടികളടക്കം കൊല്ലപ്പെടുകയാണ്. ഈ ഒരു അവസ്ഥ ഒരു പാരഡോക്സിക്കൽ വിരോധാഭാസമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സാറിനോടാണ് എൻ്റെ ചോദ്യം. ഗോത്രപേരി എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രതീക്ഷയോടെ നടത്തിയ ഒരു പ്രോഗ്രാമാണ്. വർഷങ്ങളായി വനത്തിനുള്ളിൽ തന്നെ താമസിച്ച്, അതായത് ഞങ്ങളൊക്കെ സർവീസിൽ വരുന്ന സമയത്ത് ഞങ്ങൾ വനത്തിൽ പോകുന്നത് ആദിവാസികളുടെ ഒപ്പമാണ്. വെറും പാറപ്പുറത്ത് അവരുടെ ഒപ്പം ചുറ്റും 1-2 തീ കൂട്ടിയിട്ടിട്ട് ആ ഒരു ആ തീയുടെ മാത്രം പ്രതീക്ഷയിൽ കിടന്നുറങ്ങി, ചുറ്റും ആനയും കടുവയും ഒക്കെ ഉള്ള കാടുകളിൽ കിടന്നുറങ്ങി ഒരു 10-20ഓളം വർഷം സർവീസ് ആയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പലതരത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന അറിവുകൾ നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ മേലുദ്യോഗസ്ഥർ ഒരു തീരുമാനം എടുക്കുകയും അവരുടെ അറിവുകൾ ശേഖരിച്ചിട്ട് അതിൻ്റെ ശാസ്ത്രീയത കൂടി പരിശോധിച്ചിട്ട് നടപ്പിലാക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് ഗോത്രപേരി മിഷൻ ഗോത്രപേരി ആരംഭിച്ചത്. അതിന് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് ആയിരുന്നു. 1016 പേരാണ് പങ്കെടുത്തത്. 360 സെറ്റിൽമെൻറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഉന്നതികളിൽ നിന്നാണ് പങ്കെടുത്തത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ആ ഓരോ ഉന്നതികളെയും റെപ്രസെൻ്റ് ചെയ്ത് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറയാനുമുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടാണ് ആ പ്രോഗ്രാംസ് നടത്തിയത്. അതിൻ്റെ നെറ്റ് റിസൾട്ട് നമ്മൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം കൂടി പരിശോധിക്കുന്നതിന് മിഷൻ സയൻറ്റിഫിക് നോളജ് എന്ന് പറഞ്ഞ് മറ്റൊരു മിഷന് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. KFRI പോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് അതുപോലെ ഇൻ്റർനാഷണൽ ഡൊമൈൻ എക്സ്പേർട്സുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ശാസ്ത്രീയത കൂടി പരിശോധിച്ചിട്ട് അത് എത്രത്തോളം നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രായോഗികമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ട് അത് പരീക്ഷണാടിസ്ഥാനത്തിലും സ്ഥിര പരീക്ഷണാടിസ്ഥാനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് വിജയകരമാണെന്നുണ്ടെങ്കിൽ പരിപൂർണമായ രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് 2 ചോദ്യമാണ് ചോദിക്കാൻ. ഒന്ന്, ട്രൈബൽ നോളജ് സിസ്റ്റം ആഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ഞാൻ കണ്ടത് ഇപ്പം പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് മേഖലകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ പാരമ്പര്യ അറിവുകൾ, അതായത് തോറ്റം പാട്ടുകളടക്കമുള്ള ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയപ്പെടുന്ന അനിമൽസിനെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഇന്നത്തെ അപ്രോച്ചിൽ ഇത് വളരെ റീസെൻ്റായി നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞ ചർച്ചയിൽ തന്നെ 2014 അല്ലെങ്കിൽ 2000-ങ്ങൾക്ക് ശേഷം എന്നൊരു കണക്ക് പറഞ്ഞു. ഒരു പക്ഷേ അങ്ങോട്ട് ആ ഏരിയയിൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻ വന്നതിനൊപ്പം, കോൺഫ്ലിക്റ്റ് എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഹ്യൂമൻ അനിമൽ ഇൻട്രാക്ഷൻ വന്ന കാലം മുതലേ ഉള്ളൊരു പ്രശ്നമല്ലേ. അതിന് വളരെ കണ്ടംപററി എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ് ബേസിക്കലി ഒരു ക്വസ്റ്റ്യൻ. കാരണം വൈൽഡ് ബോർ, ടൈഗർ, ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി ഇത്തരം തോറ്റംപാട്ടുകളിലും കാര്യങ്ങളിലും പറയുന്ന ഒരു അറിവല്ലേ. രണ്ടാമത്തെ ചോദ്യം, കോൺഫ്ലിക്റ്റ് എന്നൊരു കോൺസെപ്ച്വലൈസേഷനിൽ മാത്രമേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ എന്നതാണ്. ഇതൊരു തരത്തിൽ ഇൻട്രാക്ഷൻ അല്ലേ? ആരോടാണ്? തീർച്ചയായിട്ടും ഇതൊരു നെഗറ്റീവ് ഇൻട്രാക്ഷൻ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കോൺഫ്ലിക്റ്റ് നമ്മളെ വാക്ക് നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല. ഓഫ് കോഴ്സ് നെഗറ്റീവ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവോൾവിങ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ സാധനം. ഫോർ എക്സാമ്പിൾ, പാലക്കാട് ഏരിയയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം? മയിലാണ്. ഓക്കെ, 20 വർഷം മുമ്പ് മയിലൊരു പ്രോബ്ലം ആയിരുന്നില്ല നമുക്ക്. നമ്മളെ കുറച്ച് എന്താ പറയുക, ഡെസേർട്ടഡ് ഫോറസ്റ്റിൽ മാത്രമേ മയിലുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ചില സ്ഥലത്ത് മലയണ്ണൻ വലിയ പ്രശ്നമാണ്, ഒറ്റ തേങ്ങ ഉണ്ടാവുന്നില്ല. റൈറ്റ്? സോ ദിസ് ഈസ് വെരി ഡൈനാമിക്. നമുക്ക് ഡൈനാമിക് ആയിട്ട് തന്നെ മാത്രമേ ഇതിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ക്വൈറ്റ് ഡൈനാമിക്. അപ്പം ആ ഡൈനാമിക് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് മിറ്റിഗേഷൻ സ്ട്രാറ്റജി എടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഈ എല്ലാ ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്ക് കണ്ടേ പറ്റും. സോഷ്യോ എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, ഈ ഇഷ്യൂ ആയിട്ട് തന്നെ, എക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് തന്നെ നമുക്കതിനെ കണ്ട് നമ്മളത് ആൻസർ ചെയ്തേ പറ്റൂ. അത് ആൻസർ ചെയ്യാത്തടത്തോളം കാലമാണ് നമുക്കിതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്, ഒരു സോഷ്യൽ ഇഷ്യൂ മാത്രമായിട്ട് വരുന്നത്. അങ്ങനെയല്ല. സോ ആ അപ്രോച്ചാണ് ഇപ്പം ആക്ച്വലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം ഇൻകൾക്കേറ്റ് ചെയ്യുന്നത്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ചുമതലയല്ല, ഒരുപാട് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ജനങ്ങളും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ സിറ്റി താമസിക്കുന്ന എനിക്ക് പറയാം, ഞാനൊരു എക്കോസിസ്റ്റം സർവീസ് എടുക്കുകയാണെങ്കിൽ ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ആ റെസ്പോൺസിബിലിറ്റി തിരിച്ചറിയുന്നതും കൂടിയാണ് ഈ കോൺഫ്ലിക്റ്റ് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഇത്. അപ്പോൾ ഇനി ഒരു ബ്രോഡ് പ്ലാൻ വന്നേ പറ്റൂ. എന്തായാലും കൺസർവേഷനുള്ള ഇതിൻ്റെ പ്രോബ്ലം അനുഭവിക്കുന്നവർക്ക് നമ്മളത് കോമ്പൻസേഷൻ എന്നുള്ള വാക്ക് തന്നെ തെറ്റായിട്ടാണ് ഞാൻ പറയുന്നത്. എസ്ഗ്രേഷ്യ എന്ന് പറഞ്ഞാൽ പോലും ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ദാറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി സിറ്റിസൺ ഹു എൻജോയ്സ് എക്കോസിസ്റ്റം സർവീസസ്. ഒരു ചോദ്യമല്ല ആക്ച്വലി. ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ആന തട്ടി ഒരു വീഡിയോഗ്രാഫർ മരിച്ചത്. അപ്പോൾ വാർത്തയും പറയുന്നത് ആന തട്ടി മരിച്ചു
എന്നുള്ളതാണ്. നാട്ടാന. ഇനി ഇതേ അവസ്ഥയിൽ കാട്ടാന ആയി കഴിഞ്ഞാൽ ചവിട്ടിക്കൊന്നു, കൊലകൊല്ലി, ആ ഒരു നെറേറ്റീവാണ്. ഇത് തന്നെ നമ്മൾ അരിക്കൊമ്പൻ്റെ വിഷയത്തിലും കണ്ടതാണ്. ഇപ്പം വനംവകുപ്പിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഡോക്ടർ അരുൺ സക്രിയെ കൊക്കയിൽ വീഴണം അല്ലെങ്കിൽ ആന കുത്തിക്കൊല്ലണം എന്നുള്ള രീതിയിലുള്ള പ്രാകലിലേക്ക് പോകുന്ന തരത്തിലുള്ളൊരു ആനയെ ഫോളോ ചെയ്യുന്നൊരു സംഗതി. പക്ഷെ അവിടെ സംഭവിച്ചത് ഇതേ ഓപ്പറേഷൻ തമിഴ്നാട്ടിലുണ്ടായപ്പോൾ ദേ കട്ട് ദ മീഡിയ ഓഫ് ആൻഡ് എവറിത്തിങ് വാസ് ഫൈൻ. ഈ ഒരു സാധനം ഇതേ ഒരു പെർസ്പെക്റ്റീവ് ഇനി കർഷകരുടെ ഭാഗത്തേക്ക് വരുമ്പോഴും എനിക്ക് തോന്നുന്നു മീഡിയയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബയസ്ഡ് ആയിട്ടുള്ള നെറേറ്റീവ് കൊണ്ടുവരുന്നതിൽ അത് ഇനി ഏത് വാദമാകട്ടെ മീഡിയയിലുള്ള റോളിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കും. ധൈര്യമായിട്ട് പറഞ്ഞു. ശരിയായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മീഡിയയുടെ പങ്ക് വളരെ 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 പ്രധാനമാണ്. മീഡിയയും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് നമ്മുടെ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം തന്നെ ഒരു ഡീറ്റെയിൽഡ് പ്രോട്ടോക്കോൾ അംഗീകരിച്ച് ഇറക്കിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2022 മാർച്ചിലാണ് 13ഓളം പ്രോട്ടോകോൾസ്, അതായത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ എലഫന്റ് കോൺഫ്ലിക്റ്റ്, അതുപോലെ ഹ്യൂമൻ ഗൗർ കോൺഫ്ലിക്റ്റ്, ഹ്യൂമൻ സ്നേക്ക് കോൺഫ്ലിക്റ്റ്, അങ്ങനെ പല ജീവികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം എന്നുള്ളതിനുള്ള പൊതുവായുള്ള ജനറൽ ഗൈഡ് ലൈൻസ് SOPs തയ്യാറാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരെണ്ണമാണ് മീഡിയ ഇതിൽ എങ്ങനെ ഇൻവോൾവ് ആകണം എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ നെറേറ്റീവ്സ് ആൻഡ് കൗണ്ടർ നെറേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ ജീവി, അത് വന്യജീവി തന്നെയാണ്, ഷെഡ്യൂളിൽപ്പെട്ടത് തന്നെയാണ്, ഷെഡ്യൂൾ 1-ൽപ്പെട്ടത് തന്നെയാണ്. ഒന്ന് നാട്ടാനയാണ്, ഒന്ന് കാട്ടാനയാണ്. ചിലപ്പോൾ വളരെ അവിചാരിതമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ ഒരു ആദിവാസി സഹോദരനൊരു കാട്ടാടന് മുന്നിൽ പെട്ടുപോയി അന്നേരം ഉണ്ടാകുന്ന ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ അന്നേരം പബ്ലിഷ് ചെയ്തു തരുന്ന വാർത്തകളും ഒരു ഉത്സവത്തിനിടയിൽ ഒരു അവിചാരിതമായ ഒരു ദാരുണമായ സംഭവത്തിൽ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കുടുംബസമേതമോ മറ്റുമോ എത്തിപ്പെട്ട ഒരു പ്രിയ സഹോദരനോ സഹോദരിയോ ആനയുടെ മുന്നിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആന തട്ടിമരിച്ചു എന്നുള്ള ഒരു ചെറിയ വാർത്തയിൽ കാര്യങ്ങൾ ഒതുങ്ങുന്നതും ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ശരിയായ കാര്യങ്ങൾ, ഇപ്പം വനങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും കാട്ടുതീയെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണത്തെ പറ്റിയും ഇപ്പോൾ നേരത്തെ സണ്ണിച്ചേട്ടൻ പറഞ്ഞതുപോലെ വനങ്ങളുടെ ജലാകിരണ ശേഷി അല്ലെങ്കിൽ വാട്ടർ ഹാർവെസ്റ്റിംഗ് കപ്പാസിറ്റി കുറയുന്നു എന്നൊരു ഒബ്സർവേഷനാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കിടയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ കാട്ടുതീക്കെതിരായ ബോധവൽക്കരണത്തിലും മീഡിയയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. നേരത്തെ ഈ സഹോദരി പറഞ്ഞതുപോലെ കോൺഫ്ലിക്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ, അതോ ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻട്രാക്ഷനോ പോസിറ്റീവ് ഇൻട്രാക്ഷനോ ആണോ? കർഷകർ ഏറ്റവും കൂടുതൽ പ്രകൃതിയെ അല്ലെങ്കിൽ ചെറിയ ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്ന തേനീച്ചകളും അതുപോലെ ചെറിയ ചെറിയ പരാഗണം നടത്തുന്ന ചെറിയ ജീവികളും ഉൾപ്പെടെ വെയിലും മഴയും അല്പം ഒന്ന് കൂടിയാലോ കുറഞ്ഞാലോ കർഷകരുടെ വിളയെ അത് ബാധിക്കുമെന്നിരിക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ എന്നുള്ള വാക്കും കോൺഫ്ലിക്റ്റ് എന്നുള്ള വാക്കും ഒക്കെ അതിൻ്റെ ശരിയായ രീതിയിൽ ഉള്ള നറേറ്റീവ്സ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയയുടെ ഒരു ഭാഗതയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ നിരീക്ഷണം. ചോദ്യങ്ങളെല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു സമ്മിംഗ് അപ്പ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് നിർത്താം. ഇങ്ങനെ ഒരു ചർച്ചയുടെ ഒരു പ്രധാന ന്യൂനത എന്ന് പറയുന്നത് സമയം വളരെ കുറവാണ് എന്നുള്ളതാണ്. ഈ വിഷയം ഒരു ദിവസം മുഴുവൻ എടുത്ത് ചർച്ച ചെയ്താൽ പോലും തികയാത്തൊരു വിഷയത്തെ 3/4 മണിക്കൂറിലേക്ക് ഒതുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. എന്നാൽ കൂടി ഇവിടെ വന്ന് സംസാരിച്ച സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും തന്നെ കൃത്യമായിട്ടുള്ള അവരുടെ പോയിന്റ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാന ഘടകം ഇതിനെ കുറെ കൂടി ലാർജറായിട്ടുള്ള ഒരു ക്യാൻവാസിൽ കാണാനും ഒരു സോഷ്യോ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ഇഷ്യൂ ആയിട്ട് ഇതിനെ കാണാനും അങ്ങനെ മിറ്റിഗേറ്റിംഗ് മെഷേഴ്സ് കൊണ്ടുവരാനും അത് നടപ്പിലാക്കുന്ന സമയത്ത് ആ സമയം കർഷകരും മറ്റുള്ളവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എക്സ്ഗ്രേഷ്യ ബാക്കി നഷ്ടപരിഹാരം എന്ന് തുടങ്ങി അതിനുള്ള വകുപ്പ് നമ്മൾ ഈ എക്കോളജിക്കൽ സർവീസസ് എടുക്കുന്നവരിൽ നിന്ന് തന്നെ കണ്ടെത്താനുള്ള തരത്തിലുള്ള നയമാറ്റങ്ങൾ വരെ കൊണ്ടുവരണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പൊതുവേ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ കൂട്ടത്തിൽ മീഡിയ സെൻസിറ്റൈസേഷൻ കൂടി നമ്മൾ ടച്ച് ചെയ്ത് പോയി ചോദ്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടി ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ. നമുക്കിതിൽ ചർച്ച ഇനിയും തുടരാം, ഇനിയും ചിന്തിക്കാം, നമുക്ക് വീട്ടിൽ പോയിട്ട് ഇനിയും ആലോചിക്കാം. ഇതിവിടെ അവസാനിക്കുന്നില്ല. ഈ വിഷയം അവസാനിക്കുന്നിടത്തോളം കാലം ഈ ചർച്ചയും ഇനിയും തുടരും. തൽക്കാലത്തേക്കൊരു ചെറിയൊരു പോസ് എടുത്തുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക്